ലുലു മാൾ പാലക്കാട്. നേരത്തെ ഒരിക്കൽ ലുലു മാൾ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ അത്യുഗ്രൻ ഒരു ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നതാണ്. നേരത്തെ എൻ്റെ ചാനലിലൂടെ ലുലു മാൾ കാണിച്ചത് ഉദ്ഘാടനം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ. ഇന്നൊരു 4 days ഓഫർ ഉണ്ട് അത്രേ, അതറിഞ്ഞിട്ട് വന്നതാണ്. ലുലു മാൾ പാലക്കാട് 2 ഫ്ലോറാണ് ഉള്ളത്. താഴത്തെ ഷോപ്പുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഞാനിങ്ങനെ എടുത്ത് കാണിച്ചില്ല. താഴത്തെ ഫ്ലോറിൽ ഇത്രയും ഈ ഷോപ്പുകളൊക്കെ ഉണ്ട്. മെയിനായിട്ടുള്ളത് ഹൈപ്പർ മാർക്കറ്റ് തന്നെയാണ്. 2 ഫ്ലോറ് മാളും ബേസ്മെൻറ്റ് കാർ പാർക്കിംഗ്. താഴത്തെ ഫ്ലോറിൽ കൂടുതലും ഹൈപ്പർ മാർക്കറ്റ് തന്നെയാണെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ റൈറ്റ് സൈഡായിട്ട് ഇതിങ്ങനെ ഒരു 2-3 ഷോപ്പ് വേറെയുണ്ട്. അത് കൂടാതെ നേരത്തെ കാണിച്ചത് കൂടാതെ ഹൈപ്പർ മാർക്കറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ ലഗേജ് കയ്യിലുണ്ടാവും. അപ്പോൾ നേരെ മേലത്തെ ഫ്ലോർ ഒന്ന് നോക്കാൻ പോയതാണ്. ഫുഡിൻ്റെ സെക്ഷനൊക്കെ ഞാൻ കൂടുതൽ വിശദമായിട്ട് കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. തിരക്കൊന്നും വന്നിട്ടില്ല. ഞാനൊരു 9:45-10 മണിക്കുള്ളിൽ എത്തിയതാണ്. ആളുകളൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. നേരെ വിട്ടു ലുലു ഫാഷൻ. മിക്കതിനും ഓഫർ ഉണ്ട് കേട്ടോ. 4, 5, 6, 7 തീയതികളിൽ 4 ദിവസമാണ് ഈ ഓഫർ ഇവിടെ ഉള്ളത്. ഇവിടെ ബാഗിൻ്റെ പേഴ്സിൻ്റെ ഒക്കെ നല്ല കളക്ഷൻസ് ഉണ്ട്. ഇവിടെ ചില ബ്രാൻഡുകൾക്കാണ് ഓഫർ ഉള്ളത്, എല്ലാറ്റിനും ഓഫർ ഇവിടെ കാണുന്നില്ല. ഈ ബാഗിൻ്റെ സെക്ഷനിൽ ഫോണിൻ്റെ സെക്ഷനിലോട്ട് കടന്നപ്പോഴാണ് അവിടെയും നല്ല ഓഫറുണ്ട്. ഐഫോണിന് വരെ ഓഫറുണ്ട് അത്രേ. അതുപോലെ തന്നെ ഒരുപാട് കളേഴ്സൊക്കെ ഫോണിൻ്റെ വന്നിട്ട് ഞാനൊരിക്കൽ നോക്കിയിട്ട് വന്നത് അവിടുന്ന്. പക്ഷെ ഞാൻ വേറെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു. ഇപ്പോൾ അവിടെ അടിപൊളി ഓഫറൊക്കെ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എല്ലാവരും ലുലുവിൽ ചുമ്മാ കറങ്ങാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അവിടെ അന്ന് അന്വേഷിച്ചു, അങ്ങനെ തന്നെയാണോ? അതൊന്നും അല്ല, അടിപൊളിയായിട്ട് അവർക്ക് സെയിലുണ്ട് എന്നാണ് പറഞ്ഞത് കേട്ടത് കേട്ടോ. ചുമ്മാ കാണാൻ പോകുന്നൊന്നും അല്ല, ആളുകൾ നന്നായിട്ട് സാധനങ്ങൾ അവിടുത്തെ പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഓഫറുകൾ മേലത്തെ ഫ്ലോറിൽ മാത്രമല്ല, ഹൈപ്പർ മാർക്കറ്റിലും അടിപൊളി ഓഫറുകളുണ്ട്. എനിക്കിവിടെ നിന്ന് കുറച്ച് സാധനങ്ങളും പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. ഇവിടെ ചിക്കൻ, ഫിഷ്, മീറ്റ് എല്ലാം കിട്ടുന്നുണ്ട് കേട്ടോ. എല്ലാം നല്ല ഫ്രഷായിട്ട് തന്നെ ഇവിടെ ലഭിക്കുന്നതാണ്. ഫ്രഷ് എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് അവർ ഫ്രീസറിൽ വെച്ചിട്ടുള്ള ചിക്കനും മറ്റുമാണ്. ഏറ്റവും വലിയ സംഭവം അവിടെ ഒരു
ലൈവ് ഫിഷ് അക്വേറിയത്തിലിട്ടിട്ട് ഫിഷ് ഞണ്ട് അക്വേറിയത്തിൽ നിന്ന് തന്നെ എടുത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഞണ്ടാണ് ഈ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജീവനുള്ളതാട്ടോ. അപ്പുറയുണ്ട് അക്വേറിയത്തിൽ ഇതുപോലെ ചാടിപ്പോകാത്ത ഫിഷിനെയൊക്കെ ഇട്ടിട്ടുണ്ട്. അവർ വേണമെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് തന്നെ ലൈവ് നമ്മൾക്ക് ഇവിടെ തന്നെ ക്ലീൻ ചെയ്ത് തരുന്നതാണ്. ഫുഡിൻ്റെ സെക്ഷൻ മേലെ മാത്രമല്ല, ഹൈപ്പർ മാർക്കറ്റിനകത്തും അത്യാവശ്യം എല്ലാം ഉണ്ട്. ഹൈപ്പർ മാർക്കറ്റിൽ മാത്രം വന്നു പോകുന്നവരുണ്ടാവും. അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ മേലെ പോയി അവിടെ പോയി കഴിക്കേണ്ട കഫേ എല്ലാം ഇവിടെയുണ്ട്. അങ്ങനെ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ബില്ല് പേ ചെയ്ത് പുറത്തോട്ട് ഇറങ്ങി. വർക്കിംഗ് ഡേയ്സിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. പക്ഷേ സാറ്റർഡേ സൺഡേ ഹോളിഡേയ്സൊക്കെ വരുമ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അത്രയും തിരക്കുണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ ലുലു വീണ്ടും പരിചയപ്പെടുത്തി. മറ്റൊരു നല്ല എപ്പിസോഡുമായി വീണ്ടും വരാം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.